Good morning. Today we are going to discuss about another important pathway, that is C4 pathway or C4 cycle or hatch and slack pathway. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് രണ്ട് പ്രധാനപ്പെട്ട പാത്വേയെ കുറിച്ചായിരുന്നു. അതിലൊന്ന് C3 പാത്വേയും മറ്റൊന്ന് C2 പാത്വേയുമാണ്. എന്തുകൊണ്ടാണ് C3 പാത്വേക്ക് C3 പാത്വേ എന്ന് പേരിട്ടിരിക്കുന്നത്? അതിൽ ആദ്യത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അതിനെ C3 പാത്വേ എന്ന് വിളിച്ചത്. എന്നാൽ അതിനുശേഷം നമ്മൾ C2 സൈക്കിൾ ഓർ ഫോട്ടോ റെസ്പിറേഷൻ പറഞ്ഞിരുന്നു. അവിടെയും നമ്മൾ ആ പേര് ആ ഒരു പർട്ടിക്കുലർ സൈക്കിളിന് ഇടാൻ കാരണം അതിൻ്റെയും ആദ്യത്തെ സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആയിരുന്നു. ബട്ട് ഹിയർ വി ക്യാൻ സീ അനദർ ഇമ്പോർട്ടൻറ്റ് സൈക്കിൾ ആൻഡ് ദ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് is a 4 carbon compound, and this particular cycle has been explained by one of the most important physiologists, namely Hatch and Slack. So this particular cycle is popularly known as Hatch and Slack pathway. See, it occurs in the plant like maize, sugarcane, pearl millet, etc. ഇങ്ങനെയുള്ള വളരെ നമുക്കറിയാം മെയ്സ് പ്ലാന്റ് വളരെ പോപ്പുലർ ആണ്, നമ്മുടെ നാട്ടിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആവുന്ന ഒന്നാണ്, അതൊക്കെ നമുക്കറിയാം. This plant show presence of two type of photosynthetic cells, that is mesophyll cell and bundle sheath cell. നമുക്കറിയാം നോർമലി ഒരു നോർമൽ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഫോട്ടോസിന്തറ്റിക് സെൽ എന്ന് പറയുന്നത് നോർമലി മീസോഫിൽ സെല്ലിൻ്റെ ഉള്ളിൽ ഒരു ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും ആസ് യൂഷ്വൽ. ബട്ട് ദിസ് പ്ലാന്റ് ഈസ് റയർ ആസ് ഫാർ ആസ് ദെയർ mesophyll tissue are concerned, which contain two important photosynthetic cells. That particular photosynthetic cells are popularly called mesophyll and bundle sheath cell. These cells are significantly, highly significant as far as their particular photosynthetic machineries are concerned. എന്താണ് ഇതിന്റെ ഫോട്ടോസിന്തറ്റിക് മെഷീനറിയുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് C4 പ്ലാന്റിന് ഇത്ര മേൽ പ്രാധാന്യം കൊടുക്കുന്നത്? C4 പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ലോകത്ത് ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി കാണിക്കുന്ന പാത്വേ. ആ അർത്ഥത്തിൽ ഈ പാത്വേക്ക് എന്ത് മേന്മയാണുള്ളത്, എന്ത് സിഗ്നിഫിക്കൻസ് ആണുള്ളത്, എന്തുകൊണ്ടാണ് നമ്മൾ C4 പാത്വേ പഠിക്കുന്നത്? That we can see. See, I have already mentioned that there are two important forms of mesophyll cell or chloroplast in particular C4 plants. എന്തൊക്കെയാണ് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന്, we can say that here it is popularly known as dimorphic. Di means two, morphic means morphology. രണ്ട് മോർഫോളജി ഉള്ള, രണ്ട് രൂപഭേദങ്ങളുള്ള ക്ലോറോപ്ലാസ്റ്റ് ആണ് C4 പ്ലാന്റിൽ ഉള്ളത് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് ആ രൂപഭേദങ്ങൾ? which having large grana, light independent reaction. ഓക്കെ, വലിയ ഗ്രാനയാണുള്ളത്, അത് ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഓക്സിജൻ ഈസ് പ്രസന്റ്. Phosphoenol pyruvic acid is the most important compound. Then phosphoenol pyruvic acid carboxylase is the most important enzyme. But here we can say that few grana, വളരെ കുറച്ച് ഗ്രാനേ ഉള്ളൂ ഇവിടെ ബണ്ടിൽ ഷീത്തിലെ ക്ലോറോപ്ലാസ്റ്റിലെ. ഇത് മീസോഫിൽ സെല്ലിനുള്ളിലെ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ബട്ട് ഹിയർ വി ക്യാൻ സീ ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റ്. അവിടെ എന്തൊക്കെയാണുള്ളത്? ഒന്ന്, ഫ്യൂ ഗ്രാന, കാൽവിൻ സൈക്കിൾ ആണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദർ ഇസ് നോ ഓക്സിജൻ. ഹിയർ വി ക്യാൻ സേ ദാറ്റ് റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് ആണ് വളരെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട്. And the enzyme is ribulose bisphosphate carboxylase. Okay. Little photorespiration as oxygen and rubisco are in different cells. ചെറിയ രീതിയിൽ photorespiration നടക്കും as oxygen and rubisco are in different cells. Okay, rubiscoയും അതേപോലെ തന്നെ ഓക്സിജൻ ഡിഫറെന്റ് സെല്ലിലായിട്ട് പോലും we can say that ഇവിടെ ഒരു photorespiration നടക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി എന്താണ് C4 plants? നമ്മൾ C4 പ്ലാന്റിന്റെ മെഷീനറിയെ കുറിച്ച് പറഞ്ഞു. വാട്ട് ഈസ് ആക്ച്വലി C4 പ്ലാന്റ്സ്? ഇതൊക്കെയാണ് വളരെ പ്രധാനമായിട്ടും C4 പ്ലാന്റിലെ ഫോട്ടോസിന്തസിസ് നടത്താൻ കാണുന്ന പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ മധുരമുള്ള ചെടി എന്ന് പറയുന്നത് ഷുഗർ കെയിൻ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പഞ്ചസാര ലഭിക്കുന്നത് ഷുഗർ കെയിനിൽ നിന്നാണ്, അല്ലേ? ദാറ്റ് ഈസ് ബിലോങ് ടു ദ ഫാമിലി പോയേസിയ, ഗ്രാമിനെ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന പ്ലാന്റ് ആണ്. മെയ്സ്, നമുക്കറിയാം, കോൺ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പോലെയുള്ള ആളുകൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മെയ്സ് മാറിയിട്ടുണ്ട്, കോൺ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദിസ് പെർട്ടിക്കുലർ പ്ലാന്റ് ഈസ് ഹൈലി പ്രൊഡക്റ്റീവ്.
ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാം ഇതിൽ നിന്നാണ്, കരിമ്പിൽ നിന്നാണ് അറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഫോട്ടോസിന്തറ്റിക് സിന്തസിസ് നടക്കുന്നതും ഈ പ്ലാന്റിലാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇറ്റ് പ്രൊഡ്യൂസ് ആസിഡ്സ് വിത്ത് 4 കാർബൺ ആറ്റം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? വിത്ത് 4 കാർബൺ ആറ്റം. ആദ്യത്തെ പ്രധാനപ്പെട്ട ആസിഡിന് 4 കാർബൺ ആറ്റം ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ C4 സൈക്കിൾ എന്ന് പറയുന്നത്. The first stable compound is called oxaloacetic acid, OAA, that is oxaloacetic acid. That is a 4 carbon compound. Then which can keep stomata closed. ഈ പ്ലാന്റ് എപ്പോഴും സ്റ്റൊമാറ്റ ക്ലോസ് ആയി നിൽക്കുന്നു, എപ്പം? ഹോട്ട് സമയത്ത്. ബട്ട് ഫോട്ടോ റെസ്പിറേഷൻ ഡസ് നോട്ട് ഓക്കർ. അല്ലേ, നമുക്കറിയാം, നമ്മൾ തൊട്ടുമുമ്പ് ഫോട്ടോ റെസ്പിറേഷനെ കുറിച്ച് പഠിച്ചിരുന്നു. സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആര് പ്രവർത്തിച്ചേക്കാം? പ്ലാന്റിൽ ഫോട്ടോ റെസ്പിറേഷനോ C2 സൈക്കിൾ പ്രവർത്തിച്ചേക്കാം. പക്ഷേ ഇത് സ്റ്റൊമാറ്റ ക്ലോസ് ആണെങ്കിലും ഒരു കാരണവശാലും ഈ പറയുന്ന സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്താൽ പോലും ഫോട്ടോ റെസ്പിറേഷനെ തുലോം അനുവദിക്കില്ല. ദേ ആർ മോസ്റ്റ്ലി ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ. ഈ പ്ലാന്റുകളൊക്കെ ഒന്നുകിൽ ട്രോപ്പിക്കൽ ആയിട്ട് വളർന്നതായിരിക്കും, അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ ആയിട്ടായിരിക്കും വളരുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ് ആർ മെയ്സ്, കോൺ, ഷുഗർ കെയിൻ. ഏറ്റവും പോപ്പുലർ ആയ എക്സാമ്പിൾ മെയ്സ് ആണൊന്ന്, കോൺ ആണ്, മറ്റൊന്ന് ഷുഗർ കെയിൻ ആണ്. ഓക്കെ, ഓഫ് 10% ഓഫ് ഓൾ പ്ലാന്റ്, ഈ പറയുന്ന C4 സൈക്കിൾ നടക്കുന്നത് 10% ചെടികളിലാണ്. മൊത്തം പ്ലാന്റ് നോക്കുകയാണെങ്കിൽ 10% ചെടികളിൽ ഈ C4 പ്ലാന്റ് ആണ്, C4 സൈക്കിൾ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി ഇവിടെ ഞാൻ പറഞ്ഞു വളരെ ക്ലിയർ ആയിട്ട് രണ്ട് പ്രധാനപ്പെട്ട സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് ഈസ് ഡൈമോർഫിസം. C4 പ്ലാന്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ മീസോഫിൽ സെൽ ഉണ്ട്, ഇവിടെ ബണ്ടിൽ ഷീത്ത് സെൽ ഉണ്ട്. അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആരെ അബ്സോർബ് ചെയ്യും? ദിസ് പർട്ടിക്കുലർ, അല്ലേ, ഇത് അബ്സോർബ് ചെയ്യും. ദാറ്റ് ഈസ് we can say that the most important compound, that is HCO3, കാർബോണിക് ആസിഡ് ആണ്. HCO3 എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ് ആണ്. ഇത് ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡിന്റെ അല്ലെങ്കിൽ ഫോസ്ഫോയിനോൾ പൈറുവേറ്റിന്റെ പ്രസൻസിൽ എന്തായി മാറുന്നു? കാർബോക്സിലേഷൻ നടന്നിട്ട് C4 ആസിഡ് ഉണ്ടാവുന്നു. C4 ആസിഡ് നേരെ ബണ്ടിൽ ഷീത്ത് സെല്ലിലോട്ട് വരുന്നു. അവിടെ ഇഷ്ടംപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറവാണ്. ഈ പറയുന്ന സെല്ലിൽ എത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്. ബട്ട് ഈ പറയുന്ന ബണ്ടിൽ ഷീത്തിലോട്ട് എത്തുമ്പോൾ എന്താവും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും. ദെൻ എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന C4 ആസിഡ് നേരെ തിരിച്ച് വീണ്ടും മീസോഫിൽ സെല്ലിലോട്ട് പോകും. മീസോഫിൽ സെല്ലിൽ എത്തിയിട്ട് അവിടെ വെച്ചുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അത് റീജനറേറ്റ് ചെയ്യുകയും അത് ഫോസ്ഫോയിനോൾ പൈറുവിക് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി ഇതിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്. ഇത്രയുമാണ്. ഇനി നമ്മൾ ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ എന്നാണ് ഇതിനെ നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ C4 പ്ലാന്റിന്റെ ലീഫിന്റെ അനാട്ടമി. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ C4 പ്ലാന്റിന്റെ ലീഫിന്റെ അനാട്ടമി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ മീസോഫിൽ സെല്ല് കാണാം, അതേപോലെ ബണ്ടിൽ ഷീത്ത് സെല്ല് കാണാം. ഇതാണ് ബണ്ടിൽ ഷീത്ത്. ബണ്ടിൽ ഷീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, വാസ്കുലാർ ബണ്ടിലിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഷീത്ത് ഉണ്ട്, ഒരു കവറിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ബണ്ടിൽ ഷീത്ത്. ഈ ബണ്ടിൽ ഷീത്ത് സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. മീസോഫിൽ സെല്ലിൽ നമുക്ക് നോർമലി അറിയുന്ന ക്ലോറോപ്ലാസ്റ്റ് തന്നെയാണ്. അപ്പൊ ഫോട്ടോസിന്തറ്റിക് സെൽസ് ഓഫ് C4 പ്ലാന്റിന്റെ സ്ട്രക്ചർ ഇത്രയാണ്. അവിടെ മീസോഫിൽ ഉണ്ട്, ബണ്ടിൽ ഷീത്ത് ഉണ്ട്, ദെൻ ഇവിടെ ബണ്ടിൽ വളരെ കറക്റ്റ് ആയിട്ട് വെയിൻസ് ഉണ്ട്, ഇവിടെ സ്റ്റൊമാറ്റോ ഉണ്ട്. ഇതിനെ നമ്മൾ ഇവിടെ ഈ ഒരു പോർഷനിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പ്രോസസ് ഒന്ന് പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലുണ്ട്. ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് കാർബോക്സിലേസ് ആണ് ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അത് എന്താക്കുന്നു? ഓക്സാലോ അസിറ്റിക് ആസിഡ് ആയി മാറ്റുന്നു. ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്. അതുകൊണ്ടാണ് ഇതിനെ C4 സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി മീസോഫിൽ സെല്ലിനുള്ളിൽ നിന്ന് തന്നെ ഓക്സാലോ അസിറ്റിക് ആസിഡ് വളരെ പെട്ടെന്ന് അത് മാലിക് ആസിഡ് ആക്കി മാറ്റുന്നു. ക്ലിയർ ആണല്ലോ? മാലിക് ആസിഡ് വളരെ പെട്ടെന്ന് എന്താക്കി മാറ്റുന്നു? അതിനെ ബണ്ടിൽ ഷീത്ത് സെല്ലിന്റെ ഉള്ളിലേക്ക് എത്തിച്ചിട്ട് പൈറുവിക് ആസിഡ് ആയി മാറ്റുന്നു. പൈറുവിക് ആസിഡിന്റെ കാർബൺ നമ്പർ 3 ആണ്. അപ്പൊ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ആർക്ക് കൊടുക്കും? ഈ പറഞ്ഞ ബണ്ടിൽ ഷീത്ത് സെല്ലിൽ കാൽവിൻ സൈക്കിളിന് കൊടുക്കും. അപ്പൊ നോർമലി നമുക്കറിയാം കാൽവിൻ സൈക്കിളിന്റെ ഉള്ളിൽ എപ്പോഴും ഇത് സ്വീകരിക്കാൻ ReBP ഉണ്ടാവുമല്ലോ. ReBP ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചുകൊണ്ട് അവിടെ ഒരു കാൽവിൻ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്നു. അതേസമയം പൈറുവിക് ആസിഡ് തിരിച്ച് മീസോഫിൽ സെല്ലിലോട്ട് തന്നെ പോയി അത് ആരെ അക്സെപ്റ്റ് ചെയ്യും? ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആയി മാറുന്നു. ഫോസ്ഫോയിനോൾ പൈറുവിക് ആയിട്ട് ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതിന്റെ റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്നത് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് ആണ്. അത് ഓക്സാലോഅസിറ്റിക് ആസിഡ് ആയി മാറും. ചുരുക്കി പറഞ്ഞാല് 4 കാർബൺ കോമ്പൗണ്ട് എങ്ങനെയാ ഉണ്ടാവുന്നത്?
പൈറുവിക് ആസിഡ് ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡായി മാറുകയും അത് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അത് നോർമലി എന്താവും? ഒരു ഓക്സാലോ അസിറ്റിക് ആസിഡ് എന്ന് പറയുന്ന 4 കാർബൺ ആയി മാറുന്നു. അതേസമയം ഇപ്പുറത്ത് ബണ്ടിൽ ഷീറ്റിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മാലിക് ആസിഡ് ഡീവിയേറ്റ് ചെയ്തിട്ട് പൈറുവിക് ആസിഡും കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നു. അവിടെയും എന്ത് സംഭവിക്കുന്നു? അവിടെ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ കാൽവിൻ സൈക്കിളിൽ വളരെ പ്രധാനമായിട്ടുള്ള ReBP ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ രണ്ട് ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഷുഗർ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിനെ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഫിക്സ് ചെയ്തുകൊണ്ട് ഷുഗർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സൈക്കിളിനെയാണ് നമ്മൾ C4 സൈക്കിൾ എന്ന് പറയുന്നത്, ഓർ ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഞാൻ ഇവിടെ സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. നോക്കൂ, വളരെ ക്ലിയർ ആയിട്ട് ഓരോ സ്റ്റെപ്പും. ഒന്ന്, C4 പാത്വേയിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കൂ. മീസോഫിൽ സെൽ, ദ എൻസൈം ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് ആഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്. Number 2 reaction, a 4 carbon compound conveys the atom of carbon dioxide into bundle sheath cell via plasmodesmata. അപ്പോൾ ഇത് ഉള്ളിലോട്ട് വരുന്നത് സെല്ലുകൾ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷന്റെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ജനലിന്, നമ്മൾ വാതിലിന് എന്താ പറയാ? പ്ലാസ്മോഡെസ്മാറ്റ എന്നാണ്. പ്ലാസ്മോഡെസ്മാറ്റ ഇവിടെയുണ്ട്. പ്ലാസ്മോഡെസ്മാറ്റ വഴിയാണ് ഈ ബണ്ടിൽ ഷീത്തിലോട്ട് വരുന്നത്. ഒന്നുമില്ല, ഇവിടുന്ന് തൊട്ടടുത്ത സെല്ലിലോട്ട് പോകാൻ ഒരു ചെറിയ വഴിയുണ്ട്. ആ വഴിയുടെ പേരാണ് കേട്ടോ bundle sheath cell. In bundle sheath cell, carbon dioxide is released and Calvin enters the Calvin cycle. അപ്പോൾ ബണ്ടിൽ ഷീത്തിൽ സെല്ലിൽ വെച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുകയും അവിടെ വെച്ചുകൊണ്ട് കാൽവിൻ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദിസ് ഈസ് ദ ഓവറോൾ പ്രോസസ് ഓഫ് C4 സൈക്കിൾ. ഓക്കെ, വളരെ ഇത്രയും നമ്മൾ പറഞ്ഞിരിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫോർ യുവർ നോട്ടിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം, ക്ലാസ് നോട്ടായിട്ട് എഴുതിയെടുക്കുകയൊക്കെ ചെയ്യാം. എന്താണ് ഇതുവരെ പറഞ്ഞതിന്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ, C4 പ്ലാന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്തൊക്കെയാണ്? ഒന്ന്, ദേ ആർ ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ റീജിയൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, വൺ, ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ റീജിയൻ. മെയിൻ ഫീച്ചർ ഈസ് ക്രാൻസ് അനാട്ടമി ഇൻ ലീഫ്. ദാറ്റ് വി വിൽ ഡിസ്കസ്. പലപ്പോഴും 2 മാർക്സിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ക്രാൻസ് അനാട്ടമി. ഇത് മെയിൻ ഫീച്ചർ ഈസ് ക്രാൻസ്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു അനാട്ടമി ഉണ്ട്. ദാറ്റ് അനാട്ടമി ഈസ് കോൾഡ് ക്രാൻസ് അനാട്ടമി. Bundle sheath has large green barrel shaped cells with 1 or 2 concentric arrangements of mesophyll cell. ക്രാൻസ് അനാട്ടമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ബണ്ടിൽ ഷീത്ത് സെല്ലിൽ ലാർജ് ആയിട്ടുള്ള ഗ്രീൻ ബാരൽ ഷേപ്ഡ് സെൽസ് വിത്ത് 1 or 2 concentric arrangements of mesophyll cell. Mesophyll cell lack intercellular spaces. Mesophyll cell intercellular space തീരെ ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്രാൻസ് അനാട്ടമിൽ C4 പ്ലാന്റിൽ കാണുന്നത്. Chloroplasts in bundle sheath cell are large and do not have well-defined grana. അതായത് ക്ലോറോപ്ലാസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് എന്തുണ്ട്? ബണ്ടിൽ ഷീത്ത് സെല്ലുമായി ബന്ധിപ്പിച്ചിട്ട് അവിടെ ലാർജ് ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ദിസ് ബണ്ടിൽ ഷീത്ത് സെൽ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ബണ്ടിൽ ഷീത്ത് സെൽസ് ആർ ലാർജ് ആൻഡ് ഡു നോട്ട് ഹാവ് വെൽ ഡിഫൈൻഡ്. അവിടെ എന്നിരുന്നാലോ അവിടെ ഗ്രാന ഉണ്ടാവില്ല. ഗ്രാന എന്ന് പറഞ്ഞ സൈറ്റ് ഫോർ ലൈറ്റ് റിയാക്ഷൻ ആണ്. ഓക്കെ, സ്ട്രോമ എന്ന് പറഞ്ഞ സൈറ്റ് ഫോർ ഡാർക്ക് റിയാക്ഷൻ ആണ്. അപ്പം ഇവിടെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്ലോറോപ്ലാസ്റ്റ് ഇൻ ബണ്ടിൽ ഷീത്ത് സെൽസ് ആർ ലാർജ് ആൻഡ് ഡു നോട്ട് ഹാവ് ഡിഫൈൻഡ് ഗ്രാന. ഇതാണ് നമ്മൾ ഈ പറയുന്ന ക്രാൻസ് അനാട്ടമി. ദാറ്റ് അനാട്ടമി വി വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ക്രാൻസ് എന്ന് പറയുന്നത് റീത്ത് ലൈക്ക് സ്ട്രക്ചർ എന്നാണ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത് മീസോഫിൽ സെൽ. ഇതാണ് മീസോഫിൽ സെൽ. ഇത് ബണ്ടിൽ ഷീത്ത് സെൽ. ഇത് വാസ്കുലാർ ബണ്ടിൽ. എന്താണ് ഇതിന്റെ പ്രത്യേകത? Wreath like arrangement of palisade cell around a layer of bundle sheath cell. That is what is called Kranz anatomy. Kranz is, the meaning of Kranz is wreath. Wreath like structure enna parayam. Endana wreath like structure? Wreath like arrangement of palisade cell around the layer of bundle sheath cell. Bundle sheath is bundle sheath cell. Bundle sheath cell inde ചുറ്റുമായിട്ട് ഒരു wreath പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ള മീസോഫിൽ സെൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. Okay, or we can say that a wreath-like arrangements of palisade cell around a layer of bundle sheath cell is popularly called Kranz anatomy. That we will discuss in detail in next class. Thank you.